ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധിയിൽ. ഡി മണിയെ കണ്ടെത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹാജരാകാതിരുന്നത്. കേന്ദ്ര ഏജൻസിയുടെ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഏറെക്കുറെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള മണിയെ കണ്ടെത്താൻ സാധിച്ചെങ്കിലും പക്ഷേ ഇയാൾക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കൈകടത്തലുകളും അല്ലെങ്കിൽ ഇതിലൊരു പങ്കാളിത്തം ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ നൽകുന്ന മൊഴിയും. ഒപ്പം തന്നെ ഇത് സ്ഥാപിച്ചെടുക്കാനുള്ളൊരു നീക്കം, അതായത് ഇയാൾ ഇപ്പോൾ കുറ്റാരോപിതരായവരോടൊപ്പം ഒപ്പം തന്നെ അറസ്റ്റ് അടക്കം നേരിടുന്നവർക്കെതിരെയുള്ള അതായത് അവരുമായുള്ള ബന്ധം നിലനിന്നിരുന്നു. ഒപ്പം തന്നെ ഫോൺ സംഭാഷണം, ഇയാളുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, പെട്ടെന്നുള്ള ഇയാളുടെ ഒരു വളർച്ച, സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയടക്കം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തമിഴ്നാട് പോലീസിന്റെ അടക്കം ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ അറസ്റ്റിലേക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികളിൽ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു അന്വേഷണം കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊപ്പം തന്നെ കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം, മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ N. വിജയകുമാർ ഒപ്പം തന്നെ ശങ്കർദാസ് എന്നിവരോട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അവർ ഇത്രയും ദിവസമായി ഹാജരായിട്ടില്ല. ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഇവരുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ നിലനിൽക്കുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണവും പ്രതിസന്ധിയിലാണ്. ഒപ്പം തന്നെ ഈ ഒരു മണിയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് എത്താൻ, വിവരങ്ങളിലേക്ക് എത്താൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈക്കോടതി വിമർശനമടക്കം നിലനിൽക്കുന്ന സമയത്ത് ഇതിൽ കൂടുതൽ പുരോഗതി വരെത്താത്തത് ഹൈക്കോടതിയുടെ കൂടുതൽ വിമർശനത്തിനടക്കം സാധ്യത മുൻകൂട്ടി നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു പ്രതിപക്ഷത്തിന്റെ കൂടുതൽ പ്രതിഷേധങ്ങൾക്കും ഇത് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കമുള്ള സമ്മർദ്ദമാണ് അന്വേഷണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉയർന്നിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണ പുരോഗതി ഇല്ലായെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നടക്കം കൂടുതൽ പരാമർശങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.